ക്രിസ്തുവേശുവിനാൽ അനുഗ്രഹിക്കപ്പെട്ട എന്റെ പ്രിയ സഹോദരീസഹോദരന്മാരെ, ഏവർക്കും കർത്താവ് യേശുവിന്റെ നാമത്തിൽ സ്നേഹം വന്ദനം ചെയ്യുന്നു. നിങ്ങളേവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഞാൻ ഇപ്പോൾ ചിന്തിക്കുന്നത്, ജീവിതത്തിന്റെ യാത്രയിൽ പാപം ചെയ്ത് കർത്താവിന്റെ തിരുസന്നിധിയിൽ നിന്നും ഓടി അകലുമ്പോൾ അത് തിരിച്ചറിഞ്ഞ് പശ്ചാത്തപിച്ച് പിതാവായ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് എങ്ങനെ മടങ്ങി വരണമെന്ന് ദാവീദ് നമ്മെ പഠിപ്പിക്കുന്ന ഒരു സങ്കീർത്തന ഭാഗമാണ് നാം ഇന്ന് ധ്യാനിക്കുന്നത്. ഹല്ലേലൂയ. സങ്കീർത്തനം 6:1 ദാവീദ് പറയുന്നു, കർത്താവിനോട് പറയുകയാണ്, കർത്താവേ, കോപത്തോടെ എന്നെ ശകാരിക്കരുതേ, ക്രോധത്തോടെ എന്നെ ശിക്ഷിക്കുകയും അരുതേ. ഹല്ലേലൂയ. ദാവീദിന് അറിയാമായിരുന്നു, താൻ എത്ര വലിയവനായാലും താൻ ശിക്ഷിക്കപ്പെടും. താൻ ചെയ്ത പാപനിമിത്തവും അതിലൂടെ ശത്രുവിന്റെ ഭീഷണി മൂലവും അതിലൂടെ കൈവന്ന രോഗനിമിത്തവും ദാവീദ് പീഡ അനുഭവിക്കുമ്പോൾ, വേദനിക്കുമ്പോൾ, മാനസികമായി തളർന്നിരിക്കുമ്പോൾ അവൻ എഴുതിയ സങ്കീർത്തനമാണ് ഇത്. ഹല്ലേലൂയ. 2 സാമുവേൽ 7:5 ഇപ്രകാരം പറയുന്നു, യഹോവ നാഥാനോട് പറയുകയാണ്, എന്റെ ദാസനായ ദാവീദിനോട് ചെന്ന് പറയുക. ഹല്ലേലൂയ. ദൈവത്തിന്റെ ദാസനാണ് ദാവീദ്, ദൈവം തന്നെ പറയുക. എന്നിരുന്നാൽ പോലും ദാവീദ് താൻ ചെയ്ത പാപത്തെ മനസ്സിലാക്കിക്കൊണ്ട്, ദൈവം തന്നെ ശിക്ഷിക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, തന്നെ എളിമപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ്, കർത്താവേ, കോപത്തോടെ എന്നെ ശകാരിക്കരുതേ, ക്രോധത്തോടെ എന്നെ ശിക്ഷിക്കരുതേ. ഇതിനർത്ഥം സ്നേഹത്തോടെ എന്നെ ശിക്ഷിക്കണമേ, സൗമ്യമായി എന്നെ ശിക്ഷിക്കണമേ. ഹല്ലേലൂയ. ദാവീദിന് അറിയാമായിരുന്നു കർത്താവിന്റെ സ്നേഹത്തിന്റെ വലുപ്പം, അവന്റെ കൃപയുടെ വലുപ്പം. ഹല്ലേലൂയ. 2 ദിനവൃത്താന്തം 33:1 മുതൽ വായിക്കുമ്പോൾ നാം കാണുന്നു, മനാശെ രാജാവ് 12-ാം വയസ്സിൽ രാജാവായി 55 വർഷത്തോളം ജെറുസലേം ഭരിച്ചു. ഹല്ലേലൂയ. കാലക്രമേണ അവൻ ജീവനുള്ള ദൈവത്തെ വിട്ടുമാറുകയും പാപം ചെയ്യുകയും ചെയ്തു. അങ്ങനെ അസിറിയ രാജാവ് അവനെ പിടിച്ച് ജയിലിലാക്കി. അവൻ യുദ്ധത്തിൽ പരാജയപ്പെട്ടു. ജയിലിൽ കടന്ന് തടവലിൽ കിടക്കുമ്പോൾ അവൻ പശ്ചാത്തപിച്ചു നിലവിളിച്ചു. കർത്താവ് അവന്റെ ശബ്ദം കേട്ടു, അവന്റെ സിംഹാസനം മടക്കി നൽകി. പ്രിയരേ, കർത്താവ് സ്നേഹനിധിയാണ്. നീ എളിമയോടെ പശ്ചാത്തപിക്കുമ്പോൾ അവൻ നിന്റെ പാപങ്ങൾ ക്ഷമിക്കും, എന്നേക്കുമായി മറന്നു കളയും. അവന്റെ സ്നേഹത്തെ പ്രതി, അവന്റെ വിശുദ്ധിയെ പ്രതി അവൻ നിന്നെ സ്നേഹിക്കും. അവൻ നിന്റെ പാപങ്ങളെ മറക്കും. അവൻ നിന്നോട് കരുണ കാണിക്കും. ഹല്ലേലൂയ. ആകയാൽ കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, പാപം ചെയ്ത് ഓടി അകലുമ്പോൾ ദാവീദിനെ പോലെ ഞങ്ങളെ തന്നെ എളിമപ്പെടുത്തി അവിടുത്തെ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, ക്രോധത്തോടെ ഞങ്ങളെ ശിക്ഷിക്കരുതേ, സൗമ്യമായി ഞങ്ങളെ ശിക്ഷിക്കണമേ. പ്രാർത്ഥനയുടെ കൃപയായ കർത്താവേ, സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ.